ഹരികൃഷ്ണ, നമ്മളെ പടക്ക കമ്പനി കത്തിപ്പോയടാ. അങ്ങനെ പടക്കടകുദാഹവ എന്തൊക്കെ മേളമായിരുന്നു. പാട്ട്, ഡാൻസ്, കൂത്ത്. എനിക്കപ്പോഴേ തോന്നി ടമാർ പടാർ എല്ലാം കത്തിച്ചാമ്പലാവൂന്ന്. ഞാനിതുവരെ ആരോടും പറയാത്തൊരു രഹസ്യമുണ്ട്. കേരളം അറിയാത്ത രഹസ്യം, ഇന്ത്യ അറിയാത്ത രഹസ്യം. ഇനി ഞാനത് മറച്ചു വെക്കുന്നില്ല. എനിക്ക് ദുബായിൽ കറവ് പണിയായിരുന്നു. കറവ് പണി പശുവിനെയല്ല, ഒട്ടകത്തിനെ. 100 കോല് പൊക്കമുള്ള ഒട്ടകത്തിനെ ഒരു വെയിലത്ത് കൈയെത്തിച്ച് കറന്ന് ഞാനുണ്ടാക്കിയ കാശ. എല്ലാ മലയാളികളും ഈന്തപ്പഴം നിന്ന് രസിക്കുമ്പോ നിങ്ങളൊക്കെ ഇത്രക്കിശുള്ള റോബസ്റ്റ് പഴം നിന്ന് വിശപ്പടക്ക് ഞാനുണ്ടാക്കിയ കാശ. ഞങ്ങൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അതിനു മുമ്പ് ഈ ടാക്സിക്കാരൻ എന്റെ ജീവൻ എടുക്കും. മദ്രാസി, നിന്റെ മാത്രമല്ല എല്ലാത്തിന്റെയും ജീവൻ ഞാൻ എടുക്കും. നിങ്ങൾക്കൊന്നും എന്നെ കുറിച്ചൊരു ചുക്കും അറിയില്ലടാ. ബോംബെ തെരുവിൽ ചീറിപ്പാഞ്ഞു നടക്കുന്ന വെടികുണ്ടകൾക്കിടയിൽ ടാക്സി ഓടിക്കുന്നവനാണ് ഞാൻ. എന്റെ ടാക്സി കൂലി പറ്റിക്കാവുന്ന ഒരു തെണ്ടി കരുതണ്ടടാ. സംസാ, ഞാൻ മേടിച്ചിട്ടേ പോവൂ. എടാ, നീയൊക്കെ ധാരാവി ധാരാവിന്ന് കേട്ടിട്ടുണ്ടോ? കേട്ട് സാല കുത്ത കമീനെ ഉല്ലുക്ക പട്ട് കുത്തക്ക ബച്ച് കളിയാക്കുന്നോടാ ബേവക്കൂഫ്. എടാ, നീ ദാവൂദിനറിയോ? ചോട്ടാരാജനറിയോ? ഇവിടെ പടക്കക്കടയും കത്തി പെണ്ണിന്റെ കല്യാണം മുടങ്ങുമെന്നോർത്ത് ചങ്കരിഞ്ഞിരിക്കാ പിള്ളേര്. അപ്പോഴും അവന്റെ ഒരു കഥാപ്രസംഗം. തല്ലേ, ഈ ധാരാവി ധാരാവിന്ന് കേട്ടിട്ടുണ്ടോ? നീ ഊച്ചാളി ഊച്ചാളിന്ന് കേട്ടിട്ടുണ്ടടാ പരട്ടെ. നിന്റെ ധാരാവി എനിക്ക് ഇതാടാ ഇത്. നീ ഇതുവരെ കണ്ട എന്റെ മുഖം ഉണ്ടല്ലോ, അത് ഡീസന്റ് മുഖം. എന്നെ തറയാക്കലടാ മോനെ. നിന്റെ കിണുക്കിലിട്ടൊന്ന് തന്നാലുണ്ടല്ലോ, നീ ഇവിടെ മുഴുവൻ തൂറി വീഴും. എടാ മണവാളത്തണ്ടി, എന്നോട് കൂടിയാ പറഞ്ഞേക്കണത്. മിസ്റ്റർ കരൺജി, ആക്ച്വലി പടക്ക കമ്പനി എങ്ങനെയാ കത്തിയത്? എല്ലാം ഞാൻ അറിഞ്ഞു. വരാനുള്ളത് വഴി തങ്ങില്ല എന്ന് എഴുതി സമാധാനിക്കാൻ. സത്യത്തിൽ പൊട്ടിത്തെറിച്ചപ്പോഴാ നിങ്ങളുടെ പടക്കങ്ങൾ പൊട്ടുന്നതാണെന്ന് എനിക്ക് ബോധ്യമായത്. കാശ് ഇന്ന് വരും, നാളെ പോകും, നാളെ വരും, മറ്റന്നാ പോകും. നിങ്ങൾക്ക് നാളെ വരാനുള്ളത് ഇന്നേ പോയി. പിന്നെ എങ്ങനെ നിങ്ങൾ എനിക്ക് കാശ് തരും? അതോർത്ത് വിഷമിക്കൊന്നും വേണ്ട. ഞാൻ അത്രയ്ക്ക് ദുഷ്ടനൊന്നുമല്ല. കാശ് കിട്ടുന്ന മറ്റൊരു പെണ്ണിനെ ഞാൻ എൻ്റെ ചെക്കന് വേണ്ടി നോക്കിക്കൊള്ളാം. വരട്ടെ. ഹലോ, ഞാനാ കാവേരി. അതെ, കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കൂ. അത് ശരി, കുറച്ച് കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് വിളിക്കണം. എന്നാലും ഇങ്ങോട്ട് വിളിച്ച് പറയില്ലല്ലേ ഫോൺ എപ്പ തരൂന്ന്? തന്നേക്കാം. എനിക്കെന്തിനാ തന്റെ ഈ... എന്താ പെട്ടെന്ന് സ്വരം മാറിയേ? അതാ പറഞ്ഞത്, കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാൻ. ആഹാ, അങ്ങനെ തന്റെ സൗകര്യം നോക്കി വിളിക്കാനൊന്നും എനിക്ക് പറ്റില്ല. മര്യാദയ്ക്ക് എന്റെ ഫോൺ തന്നോ. തരാൻ സൗകര്യമില്ലടി, നീ കൊണ്ട് കേസ് കൊടുക്ക്. ഹലോ. സോറി, ഞാൻ കുറച്ച് ഹാർഷായിട്ട് സംസാരിച്ചു. സോറി പറയേണ്ടത് ഞാനല്ലേ, സിറ്റുവേഷൻ നോക്കാതെ സംസാരിച്ചതിന്. 3-4 പേര് വിളിച്ചപ്പോഴാ പടക്ക കമ്പനി കത്തിയ കാര്യം ഞാൻ അറിഞ്ഞത്. ആ പിന്നെ ഒരാള് വിളിച്ചിട്ട് കുറെ ചീത്ത പറഞ്ഞു. ഒരു തമിഴൻ. ഞാൻ എനിക്ക് അറിയാവുന്ന ഭാഷയിലൊക്കെ സമാധാനിപ്പിച്ചു. അയാള് ചോദിക്കാ, ഇന്ത മാതിരി പേസറത്തേക്ക് നീ ആരാടീന്ന്. ഞാൻ പറഞ്ഞു പൊണ്ടാട്ടിയാന്ന്. അപ്പൊ അയാള് പറയാ, നിന്റെ കണവന്റെ കയ്യും കാലും തല്ലി ഓടിക്കുമെന്ന്. ചിലപ്പോ അതും ചെയ്യും. നല്ലൊരു എമൗണ്ട് അഡ്വാൻസ് തന്ന പാർട്ടിയാ. ഓ, എങ്കിലെന്റെ ഫോൺ വേഗം തിരിച്ചു വന്നോളൂ കേട്ടോ. കയ്യും കാലും ഇല്ലെങ്കിൽ പിന്നെ ഫോൺ എങ്ങനെ കൊണ്ടുതരിക? ഞാൻ എന്റെ പോക്കറ്റ് മണിന്ന് കുറച്ച് പണം അഡ്ജസ്റ്റ് ചെയ്ത് തന്നാ പ്രശ്നമൊക്കെ തീരുവോ? പോക്കറ്റ് മണിയോ? ഒരു പെട്ടി നിറയെ കാശുണ്ടെങ്കിലും എന്റെ പ്രശ്നങ്ങൾ തീരില്ല. ഏതായാലും പറയാൻ തോന്നിയല്ലോ, താങ്ക്സ്. ആ, ഇനി എന്റെ മൊബൈൽ വെച്ചുകൊണ്ടിരുന്ന തനിക്ക് ചീത്തയാക്കാനേ നേരം ഉണ്ടാവുള്ളൂ. നാളെ തന്നെ തിരിച്ചു തന്നേക്കാം. രാവിലെ 10 മണിക്ക് മറൈൻ പാർക്കിൽ ഞാനുണ്ടാവും, ആദ്യത്തെ ബെഞ്ചിൽ.
ദൈവമേ, ഈ കുരിശിൽ നിന്ന് പെങ്ങോട്ട് കെട്ടിയെടുക്കണം. ഓ, ഇത്ര ചേർവിടെ ഉണ്ടായിട്ടും ഇവിടെ തന്നെ ഇരിക്കാൻ കണ്ടോ? ഹലോ. ഹായ്. ഹലോ. എന്താ കാണാത്ത പോലെ ഇരിക്കുന്നു? അത് കാണാത്തോണ്ടാ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? അതെ, ഒരു വിഷയം പറയണോണ്ട് വിഷമം തോന്നരുത്. ഉം. എന്റെ ഫ്രണ്ട് ഇവിടെ വരാന്ന് പറഞ്ഞിട്ടുണ്ടേ. കുട്ടിയൊന്ന് അപ്പുറത്തേക്ക് ഇരിക്കണോണ്ട് വിരോധമുണ്ടോ? വിരോധമുണ്ട്. ഞാനും എൻ്റെ ഒരു ഫ്രണ്ടിനെ പ്രതീക്ഷിച്ചിരിക്കുക. കുട്ടിക്ക് അപ്പുറത്തിരുന്നും പ്രതീക്ഷിക്കാലോ. സോറി. ഞാൻ എന്റെ ഗസ്റ്റിന്റെ അടുത്ത് ഇത് അടയാളം പറഞ്ഞു പോയി, അതുകൊണ്ടാ. ഞാനും. കുട്ടി അന്ന് കോളേജിൽ വെച്ച് പാട്ടുപാടി സഹായിച്ചത് ഞാനാ, അത് മറക്കാൻ പാടില്ല. അതിന് കണക്ക് പറഞ്ഞ് കാശ് മേടിച്ചത് ഞാനും മറന്നിട്ടില്ല. ഇതെന്റെ സ്പെഷ്യൽ ഗസ്റ്റിന് വേണ്ടി ഞാൻ വെളുപ്പാങ്കാലത്തോട്ട് റിസർവ് ചെയ്തിരിക്കണതാ. എന്ത് പറഞ്ഞാലും ഞാൻ ഇവിടുന്ന് മാറില്ല. താൻ വേണമെങ്കിൽ അപ്പുറത്ത് പോയിരുന്നോ, ഞാൻ ഇവിടെ തന്നെ ഇരിക്കും. ഇത് നിന്റെ കുടുംബ സ്വത്തൊന്നും അല്ലല്ലോ. അതെ, എന്റെ കുടുംബ സ്വത്ത് തന്നെയാ. ദാ നോക്ക്, സ്പോൺസേർഡ് ബൈ ഗംഗ അസോസിയേറ്റ്സ് എന്ന് എഴുതിയിരിക്കുന്ന കണ്ടില്ലേ? എന്റെ ഡാഡി സ്പോൺസർ ചെയ്തതാ ഇത് മൊത്തം. എന്നാ എല്ലാത്തിലും കയറി നിറഞ്ഞിരിക്കണി. നിന്റെ ഡാഡി സ്പോൺസർ ചെയ്തല്ലേ? ഹലോ, ഞാൻ കാവേരിയാ. ഇതെവിടെയാ? ഞാൻ കുറെ നേരം വെയിറ്റ് ചെയ്തു. ഞാൻ കണ്ടായിരുന്നു നിങ്ങളൊരു പെണ്ണുമായിട്ട് സംസാരിച്ചോണ്ടിരിക്കുന്നത്. അതവളാ, ആ ഗംഗ. നിങ്ങളെ ശല്യപ്പെടുത്തണ്ടെന്ന് കരുതിയാ ഞാൻ മാറി നിന്നെ. ഛേ, ഇത് താൻ കരുതുന്ന പോലെ മറ്റേ ഐ ലവ് യു കേസൊന്നുമല്ല. മാത്രമല്ല, എനിക്ക് ഈ പണക്കാരികളെ പണ്ടേ വെറുപ്പാ, മനുഷ്യത്തല്ലാത്ത വർഗങ്ങൾ. പക്ഷേ ആ പെങ്കൊച്ചിനെ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ലല്ലോ. അയ്യോ, അത് അഹങ്കാരത്തിന് കയ്യും കാലും വെച്ച പിശാചാ. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഈ ഫോൺ എപ്പോഴാ എക്സ്ചേഞ്ച് ചെയ്തത്? ഒരു കാര്യം ചെയ്യ്, ഇയാൾ മറൈൻ പാർക്കിന് മുമ്പിലുള്ള റെസ്റ്റോറന്റിൽ വരൂ, ഞാൻ അവിടെ വെയിറ്റ് ചെയ്യാം. അതെ അതെ, എന്നെ ഒന്ന് വെറുതെ വിടും പ്ലീസ്. അതിന് ഞാൻ നിങ്ങളെ പിടിച്ച് കെട്ടിയിട്ടൊന്നുമില്ലല്ലോ. ഇവിടെ തന്നെ വന്നിരിക്കണമെന്ന് എന്താ ഇത്ര നിർബന്ധം? വേറെ എവിടെയെങ്കിലും ചെന്നിരുന്നൂടെ? അതോ ഇവിടുത്തെ ചെറുകളും കുട്ടിയുടെ ഡാഡി സ്പോൺസർ ചെയ്തതാ? ഈ ഹോട്ടല് തന്നെ എന്റെ ഡാഡിയുടെയാ. അപ്പൊ ഞാൻ എനിക്ക് ഇഷ്ടമുള്ളിടത്തിരിക്കും. എന്നാ ഇതിന്റെ പുറത്ത് കയറി ഇരിക്കണേ. സോറി. ഹലോ. താനൊരു പെരുങ്കള്ളനാ. റെസ്റ്റോറന്റിൽ ഉണ്ടായിരുന്നല്ലോ ആ കുട്ടി. കഴിഞ്ഞ ജന്മത്തിൽ അവളെ കൊന്നത് ഞാനാന്നാ തോന്നണേ. അത് ഈ ജന്മത്തിലും ആവർത്തിക്കാൻ വേണ്ടിട്ടാ ആ പിശാച് എന്റെ പുറകെ നടക്കണം. എനിക്ക് അങ്ങനെയല്ല തോന്നണത്. ഈ ജന്മത്തില് തന്നോട് ഇഷ്ടം കൂടാനാ അവള് ശ്രമം തോന്നുന്നു. അതാ ബൊമ്മക്കുട്ടിയുടെ മനസ്സിലിരിക്കുള്ളൂ. അവൾ ആള് ശരിയല്ല. അവള് ഭയങ്കര പണക്കാരിയാ. അപ്പൊ അതാണ് കാര്യം. പണക്കാരി അല്ലായിരുന്നെങ്കി ഒന്ന് നോക്കിയേനെ. തന്നെ ഞാൻ സമ്മതിച്ചിരിക്കണം. തനിക്ക് ഈ മനസ്സ് വായിക്കാൻ പ്രത്യേക കഴിവാ. എനിക്ക് ആ കൊച്ചിന് ഇഷ്ടമാണെന്ന് തനിക്ക് മനസ്സിലായല്ലേ? പുറത്തു പറയരുതട്ടോ. തന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്ന് ആ കുട്ടി അറിഞ്ഞാലോ? ഒരിക്കലും അറിയില്ല. ആളുകൾ അറിയാനും മനസ്സിലാക്കാനും തനിക്കുള്ള കഴിവൊന്നും ആ കുട്ടിക്കില്ല. തന്നെ മനസ്സിലാക്കാനുള്ള കഴിവ് അവക്കുണ്ടെങ്കിലോ? എങ്കിലപ്പൊ കെട്ടിന്ന് ചോദിച്ചാ മതി. എന്താ പറയാ? എന്താ? പോട്ടെ. ചേടാ വരട്ടെ. മോനെ മരങ്ങോടാ. അപ്പൊ ഇതായിരുന്നു മനസ്സിലിരിപ്പ്. അത് പിന്നെ ഞാൻ അയ്യോ